നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് നോക്കാം. ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ബേസിലാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ആംഗിളിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്നെടുത്തു. അപ്പം PAM എന്ന് പറയുന്നതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് എം. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുമ്പം 6 റേഷ്യോസ് നമ്മൾ പഠിക്കും. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇത് പഠിച്ചെങ്കിലേ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ ബേസാണിത്. അപ്പോൾ ഇത് പഠിച്ചെങ്കിലേ നമുക്ക് മുമ്പോട്ട് എല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. നല്ല മനസ്സിലാക്കി പഠിക്കുക. സൈൻ തീറ്റ, സൈൻ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് PM/AP. അപ്പം സൈൻ ആംഗിൾ തീറ്റ, സൈൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ മനസ്സിൽ വരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വെച്ചാൽ ബേസ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് PM/AM. സൈൻ, കോസ്, ടാൻ ഇത് മൂന്നും ബൈ ഹാർട്ട് പഠിച്ചാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ 6 എണ്ണത്തിനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് കൊസീക്ക്. അപ്പം PM/AP നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് AP/PM എന്ന് കിട്ടും. എന്ന് വെച്ചാൽ കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നേരെ ഈ സൈനിൻ്റെ സൈൻ തീറ്റ എന്താണോ അതിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. കോസ് എന്താണോ അതിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. ടാൻ എന്താണോ അതിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. മനസ്സിലായോ? അപ്പം ഈ ബന്ധം നമ്മൾ മനസ്സിലിരുന്നാൽ ഇതിൽ നിന്ന് നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സൈൻ ഇൻറ്റു കൊസീക്ക് എപ്പോഴും ഒന്നായിരിക്കും. സൈൻ ഇൻറ്റു കൊസീക്ക് 1, കോസ് ഇൻറ്റു സീക്ക് 1, ടാൻ ഇൻറ്റു കോട്ട് 1. കാര്യം സൈനും കൊസീക്കും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടുന്നത് എപ്പോഴാണ്? സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. തിരിച്ച് പറഞ്ഞാൽ കൊസീക്കിൻ്റെ റെസിപ്രോക്കലാണ് സൈൻ. രണ്ടും ശരിയാണ്. അപ്പോൾ സൈൻ ഇൻറ്റു കൊസീക്ക് 1, കോസ് ഇൻറ്റു സീക്ക് 1, ടാൻ ഇൻറ്റു കോട്ട് 1. സൈൻ തീറ്റ 1/കൊസീക്ക് തീറ്റ. സൈൻ എന്ന് പറയുന്നത് കൊസീക്ക്, 1/കൊസീക്കാണ് സൈൻ, 1/സീക്കാണ് കോസ്, 1/കോട്ടാണ് ടാൻ. തിരിച്ച് കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/സൈൻ, സീക്ക് എന്ന് വെച്ചാൽ 1/കോസ്, കോട്ടെന്ന് വെച്ചാൽ 1/ടാൻ. ഈ റേഷ്യോസ് ബൈ ഹാർട്ട് നമ്മൾ മനസ്സിലിരുന്നെങ്കിലേ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിനകത്തെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് ഇതാണ്, ബൈ ഹാർട്ട് പഠിച്ചോളുക. സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ റെസിപ്രോക്കൽസാണ് കൊസീക്ക്, സീക്ക്, കോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഇൻറ്റു കൊസീക്ക് 1 കിട്ടുമെന്നും കോസ് ഇൻറ്റു സീക്ക് 1 കിട്ടുമെന്നും ടാൻ ഇൻറ്റു കോട്ട് 1 ആണെന്നും മനസ്സിലാക്കാം. അപ്പം സൈൻ എന്ന് വെച്ചാൽ 1/കൊസീക്ക്, കോസ് എന്ന് വെച്ചാൽ 1/സീക്ക്, ടാൻ എന്ന് വെച്ചാൽ 1/കോട്ട്. ഇവിടെ തന്നെ തിരിച്ച് പറയാം, കൊസീക്ക് 1/സൈൻ, സീക്ക് 1/കോസ്, കോട്ട് 1/ടാൻ. പരസ്പരം റെസിപ്രോക്കൽസാണ് ഇവർ. മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്കതിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക്ക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. സൈൻ തീറ്റ നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതിനെതിരെ കിടക്കുന്ന എതിർവശം 5/13. എപ്പോഴും റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ നമ്മുടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളെ ഹൈപ്പോട്ടനസ്. അപ്പം 5/13, കോസ് 12/13, ടാൻ 5/12, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതിന് 3നെയും നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മറ്റേത് 3 കിട്ടും. ചെയ്യാതെ നമുക്ക് തന്നെ പറയാൻ പറ്റും. സൈൻ 5/13 ആണെങ്കിൽ കൊസീക്ക് 13/5, കോസ് 12/13 ആണെങ്കിൽ സീക്ക് 13/12, ടാൻ 5/12 ആണെങ്കിൽ കോട്ട് 12/5. പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ചാപ്റ്ററിൻ്റെ ബേസാണ്. ഒരു ഹോംവർക്ക് ഉണ്ട്, ഫൈൻഡ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഈ 6 റേഷ്യോസും കണ്ടുപിടിക്കണം. ഇതിൻ്റെ 3, 4, 5 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ 6 എണ്ണം എഴുതാൻ പറ്റും. ഇത് ബൈ ഹാർട്ട് പഠിച്ചുള്ള. ഓക്കെ.